അവസാനം സീനറ്റിന്റെ നാട്ടംഗം തുടരുകയാണ്. ഇന്നത്തെ നമ്മുടെ സംവാദത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ പ്രിയപ്പെട്ട പി മുഹമ്മദ് റാഫി, CPIഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും നിലവിൽ നഗരസഭയിലെ 33-ാം വാർഡിൽ കണിച്ചിറ പ്രദേശത്ത് സ്ഥാനാർത്ഥി കൂടിയാണ് ശ്രീ പി മുഹമ്മദ് റാഫി. സ്നേഹത്തോടെ സീനറ്റിന്റെ ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം UDF പ്രതിനിധീകരിച്ചുകൊണ്ട് UDFന്റെ നഗരസഭാ കൺവീനറും ഒപ്പം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ എറുവാട്ട് മോഹനനാണ് UDF പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിലവിൽ 8-ാം വാർഡ് പട്ടേനയിൽ സ്ഥാനാർത്ഥി കൂടിയാണ് ശ്രീ മോഹനൻ. സ്നേഹത്തോടെ സീനറ്റിന്റെ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് BJP മണ്ഡലം പ്രസിഡന്റ് 13-ാം വാർഡ് ചാത്തമത്ത് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീ സാഗർ ചാത്തമത്താണ്. വളരെ സ്ഥലത്തുള്ള സീനറ്റിന്റെ ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 3 സ്ഥാനാർത്ഥികളും പ്രഗത്ഭരാണ്. ഒരുപക്ഷെ നീലേശ്വരം നഗരസഭയെ വളരെ കരുത്തോടുകൂടി നയിക്കാനുള്ള എല്ലാ പ്രാപ്തിയും കരുത്തും ഒരുപക്ഷെ ഈ ജനകീയ പ്രവർത്തനങ്ങൾക്കിടയുടെ ഭാഗമായി നേടിയെടുത്തുള്ള കരുത്തുറ്റ സ്ഥാനാർത്ഥികളും കരുത്തുറ്റ നേതൃനിരയുമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വളരെയധികം ആവേശഭരിതരായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മുടെ ആദ്യത്തെ ചോദ്യം, നഗരസഭ LDF ആണ് നിലവിൽ ഭരിക്കുന്നത്. നിലവിൽ 21 സീറ്റാണ് LDFിനുള്ളത്. അതുപോലെ തന്നെ UDF 9 സീറ്റും ഒരു സ്വതന്ത്രനും ഒരു SDPയുമാണ് നിലവിലത്തെ നഗരസഭയുടെ വാർഡ് തല കാര്യങ്ങൾ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 21 സീറ്റുകൾ നേടി LDF കഴിഞ്ഞ 5 വർഷം ഭരിച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നീലേശ്വരം നഗരസഭയിൽ കേൾക്കുന്ന ഒരുപാട് ആക്ഷേപങ്ങളിലൂടെയുണ്ട്. അതിനപ്പുറത്തേക്ക് നഗരസഭയിൽ നിന്നും അടുത്ത വർഷം അല്ലെങ്കിൽ പ്രതിനിധിയായിട്ട് പോകുമ്പോൾ എന്താണ് നഗരസഭ മുന്നോട്ട് വെക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ആവേഗമാണ്? വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഏതെങ്കിലും ഒരു ഭരണസമിതിയുടെ കാലത്ത് തുടർന്ന് പൂർത്തീകരിക്കുകയും ചെയ്യാൻ പറ്റുന്ന നല്ല വികസനം. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നു. ഇപ്പൊ നീലേശ്വരം ബസ് സ്റ്റാൻഡ് കെട്ടിടം യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് 50 വർഷം മുമ്പ് നിർമ്മിച്ച ബസ് സ്റ്റാൻഡായിരുന്നു നീലേശ്വരത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ തവണ അത് LDF വഹിക്കുന്ന സമയത്ത് തന്നെ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടത്തിനുള്ള ആലോചനകൾ അന്ന് തുടങ്ങിയത് ഇന്ന് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ കേവലം അതിന്റെ യാർഡിന്റെ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. കെട്ടിടം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. യാർഡ് 1 മാസത്തിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ബസ്സുകൾ കയറുന്ന സ്ഥിതിയുണ്ടാവും. നീലേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായി ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഭരണസമിതി മുന്നോട്ട് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേട്ടം ആ ബസ് സ്റ്റാൻഡ് കെട്ടിടം. അത് ഭരണസമിതി ചെയ്തത്. ഇപ്പൊ നീലേശ്വരത്തെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കാര്യാലയം 12 കോടി രൂപ ചെലവിലാണ് ബഹുനില മന്ദിരം. ഒരു 50 വർഷത്തെ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് 75 സെന്റ് സ്ഥലം വിലക്ക് വാങ്ങി ഈ നഗര ഹൃദയത്തിൽ നിർമ്മിച്ചത് കഴിഞ്ഞ ഭരണസമിതി കാലത്താണ് പൂർത്തീകരിക്കുന്നത്. നീലേശ്വരത്താണ് കേരളത്തിൽ തന്നെ 2 വാചക ശ്മശാനങ്ങളുള്ള ഏക തദ്ദേശ സ്ഥാപനം. അത് കോർപ്പറേഷനുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് നഗരസഭകളോ പഞ്ചായത്തോ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗത രീതിയിൽ ക്രിമേഷൻ നടത്തിക്കൊണ്ടിരുന്ന 2 ശ്മശാനങ്ങൾ വാചക ശ്മശാനമാക്കി മാറ്റിയത് ഈ ഭരണസമിതിയുടെ കാലത്താണ്. നീലേശ്വരത്ത് എടുത്തു നോക്കിയാൽ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് 3 പുതിയ ആശുപത്രികൾ ആരംഭിക്കുന്നത്, അർബൻ ഹെൽത്ത് സെന്ററുകൾ. 4 കുളങ്ങൾ നവീകരിക്കപ്പെടുന്നു. ഇവിടെ ഒട്ടനവധി പ്രാദേശിക റോഡുകൾ ഞങ്ങൾ ഈ കാലത്തിനിടയിൽ തന്നെ നവീകരിച്ച് പുതുക്കി റിട്ടയർ ചെയ്യുകയും 5 കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് പുറമെ ഈ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് 1500 ആളുകൾക്കാണ് പുതുതായിട്ട് ക്ഷേമ പെൻഷൻ കൊടുത്തത്. 6700ഓളം ആളുകൾ നീലേശ്വരത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. അപ്പോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും നഗരസഭയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ 9 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം 300 കോടി രൂപ ഇവിടെ അനുവദിച്ചു. അത് ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പൊ പാലാ ഷട്ടർക്കം ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പദ്ധതി 957 EMSന്റെ ഗവൺമെന്റ് വിഭാവനം ചെയ്തത് യാഥാർത്ഥ്യമായത് കഴിഞ്ഞ 4 വർഷം മുമ്പാണ്. അവിടെ ഒരു EMS സ്റ്റേഡിയം 18 കോടി രൂപ ചെലവിൽ നിർമ്മിക്കപ്പെടുന്നു. 4 പാലങ്ങൾ ഒരേ സമയത്ത് ഇപ്പൊ നിർമ്മാണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓർക്കുളം പാലം 40 കോടി, 18 കോടി രൂപയുടെ കടിഞ്ഞൂല പാലം, 24 കോടിയുടെ കച്ചേരിക്കടവ് പാലം, 12 കോടിയുടെ മുണ്ടേമാട് പാലം. നമ്മുടെ കോട്ടപ്പുറത്ത് ഹൗസ് ബോട്ട് ടെർമിനൽ ആരംഭിച്ചു 12 കോടി രൂപയുടേതാണ്. നമ്മുടെ GLP സ്കൂൾ 3 കോടി രൂപ ചെലവിൽ പുതുക്കിപ്പെടുന്നത് ലിഫ്റ്റുള്ള കാസർഗോഡ് ജില്ലയിലെ ഏക LP സ്കൂൾ പ്രവർത്തിക്കുന്നത് നീലേശ്വരത്താണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ നീലേശ്വരത്ത് നടന്നിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എങ്കിലും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ചില ആക്ഷേപങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ പറയുന്നത് ഇപ്പൊ രാജാ റോഡ് വികസനം പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ പൂർത്തിയായിട്ടില്ല. കാരണം സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങൾ ഒന്നാമത്തെ നിങ്ങൾ ചോദിച്ചാലോ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നാമത് ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് രാജാ റോഡിന്റെ വികസനമാണ്. രണ്ടാമത് എടത്തോട് റോഡിന്റെ നവീകരണം എന്ന് പറയുന്നത് സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു.
ആ കോൺവെന്റ് വളവിലെ മതിൽ ഇപ്പൊ പൊളിച്ചു മാറ്റി സ്ഥലം വീതിയോടുകൂടി നമുക്ക് ലഭ്യമായി. ഞങ്ങൾ രണ്ടാമത്തെ പ്രയോറിറ്റി ആ കോൺവെന്റ് റോഡാണ്. മൂന്നാമത്തെ ഞങ്ങളുടെ പ്രയോറിറ്റി തോട്ടം മുതൽ തൈക്കൽപ്പുറം വരെയുള്ള റോഡ് മെക്കാഡ് ചെയ്യലാണ്. അതിനുള്ള ഫണ്ട് ഗവൺമെന്റ് അനുവദിച്ച് കഴിഞ്ഞു 3 കോടി. ഞങ്ങളുടെ മൂന്നാമത്തെ പ്രയോറിറ്റി. ഞങ്ങളുടെ നാലാമത്തെ പ്രയോറിറ്റി പാലായിലേക്കുള്ള റോഡ്. ഇപ്പൊ പാലം ഞാൻ പറഞ്ഞു ഷട്ടർ പിടിച്ചു വന്നു, പക്ഷെ അവിടത്തേക്കുള്ള റോഡ് മെക്കാഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഫണ്ട് നമുക്ക് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ അത് നാലാമത്തെ പ്രയോറിറ്റി. അഞ്ചാമത്തെ പ്രയോറിറ്റി ഇപ്പൊ ഹൈവേ വന്നത് കൊണ്ടുണ്ടായിരിക്കുന്ന ചില ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പള്ളിക്കരയിൽ നിന്ന് താലൂക്ക് ആശുപത്രി വരെ പോകുന്ന റോഡ് മെക്കാഡ് ചെയ്യേണ്ടതുണ്ട്. നീലേശ്വരത്ത് ഗവൺമെന്റ് 5 കോടി രൂപ അനുവദിച്ചു തന്ന മിനി സിവിൽ സ്റ്റേഷൻ അതിന്റെ പണി നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അടിത്തറ ടൂറിസം പദ്ധതിക്ക് വേണ്ടി 3 കോടി ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. കരൾ വൈദ്യുത സാംസ്കാരിക സമുച്ചയം 5 കോടി രൂപ അനുവദിച്ചതുണ്ട്, പൂർത്തീകരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. ആ ചെയ്യുന്നതിന് വേഗത കൂട്ടി നീലേശ്വരത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ, ഏറ്റവും സൗകര്യങ്ങളുള്ള, ഏറ്റവും വികസിച്ച ഒരു നഗരസഭയാക്കി മാറ്റും എന്നുള്ളതാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയുന്നത്. അതിനുവേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ഒരുപക്ഷെ വളരെ ശക്തമായ ഒരു പ്രതിപക്ഷമാണ് നീലേശ്വരത്തുള്ളതെന്നാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങൾ നടക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചത്. UDF ഈ പറയുന്ന വികസന നേട്ടങ്ങൾ പൂർണ്ണമായും ഈ LDF നടപ്പിലാക്കി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ UDF മുന്നോട്ട് വരുമ്പോൾ എന്താണ് നീലേശ്വരം മാറാൻ പോകുന്ന കാഴ്ചകൾ എന്നാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ 25 വർഷമായി നീലേശ്വരം പഞ്ചായത്തായിരുന്നപ്പോഴും ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോഴും കഴിഞ്ഞ 25 വർഷമായി ഇടതുപക്ഷമാണ് നീലേശ്വരത്തിൽ ഭരണം. ഈ 25 വർഷം എന്ന് പറയുന്ന ചെറിയ കാലഘട്ടത്തിൽ നീലേശ്വരം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം ഇന്ന് ഇത്രയും ശോച്യാവസ്ഥയിലേക്ക് എത്താനുള്ള ഏക കാരണം ഭരണപരാജയമാണെന്ന് പറയാതെ നിർവാഹമില്ല. അത് നമ്മൾ രാഷ്ട്രീയമായി പറയുന്നതല്ല, മറിച്ച് പൊതുസമൂഹം, നീലേശ്വരത്തെ പൊതുസമൂഹം അത് വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച നിർമ്മിച്ച പദ്ധതികളും നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികളൊക്കെ സൂചിപ്പിച്ചു. 2015-2020 കാലഘട്ടത്തിലാണ് രാജാ റോഡ് വികസനം എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി അന്നത്തെ ഭരണസമിതി മുന്നോട്ട് പോകുന്നതും മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യാപാരികളൊക്കെ ചേർന്ന് അതിനെ വളരെയധികം സ്വാഗതം ചെയ്തു. 2017 തുടങ്ങി വെച്ച ആ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് 2025 നിൽക്കുമ്പോൾ പോലും അതിൻ്റെ പ്രാഥമിക നടപടി പോലും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാഹചര്യം. മറ്റൊന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞു, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അവിടെ ബസ്സുകൾ പ്രവേശിക്കാൻ സാഹചര്യം ഉണ്ടായില്ല. എത്ര വായ്പ എടുത്തിട്ടാണ് നമ്മൾ കിട്ടുന്നത്. സ്വാഭാവികമാണ് നീലേശ്വരം ഈ വായ്പ തിരിച്ചടവ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. നീലേശ്വരത്ത് ഇന്ന് വ്യാപാര മേഖല പൊതുവിൽ മാന്യത്തിലാണ്. എവിടെയും മാന്യത്തിലാണ് എന്ന് ഞാൻ പറയുന്നതല്ല കേട്ടോ. നമ്മളെ ബഡ്ജറ്റ് പ്രൊവിഷൻ നഗരസഭ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന ബഡ്ജറ്റ് പ്രൊവിഷനിൽ പോലും നമ്മുടേതായ ടാക്സ് റവന്യൂ വരവിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. ഗണ്യമായ കുറവ് വരാൻ കാരണം ഇവിടെ വ്യാപാര മേഖല പാടെ മന്ദീഭവിച്ചുകൊണ്ടാണ്. ആ മന്ദീഭവിച്ച സ്ഥലത്തു നിന്നാണ് ഈ പറയുന്ന നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് ഇപ്പോൾ എടുത്തിരിക്കുന്ന വായ്പയുടെ തിരിച്ചടവ് പ്രതിമാസം 2 ഘട്ടത്തിലധികം വരും. ആ തിരിച്ചടവിൻ്റെ ബാധ്യത കൂടി ഇവിടെ വരുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് വേണ്ട എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. ബസ് സ്റ്റാൻഡ് വേണം, ഷോപ്പിംഗ് കോംപ്ലക്സ് വേണം. ഇതൊക്കെ വേണമെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള നമ്മുടെ വരുമാന വർധനവ് അത് ദൂരക്കാഴ്ചയോടുകൂടി അന്ന് മുതലേ ഇത് തുടങ്ങിയിരുന്നെങ്കിൽ ഈ ഒരു ബാധ്യത എന്നുള്ളത് നമുക്ക് വരില്ലായിരുന്നു. ബസ് സ്റ്റാൻഡ് വേണ്ടിയാണ്, ഷോപ്പിംഗ് കോംപ്ലക്സ് വേണം, അതിനൊന്നും യാതൊരു തർക്കമില്ല. പക്ഷേ അത് ബാധ്യതയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് UDF സംബന്ധിച്ച് ഒരു അഭിപ്രായമുള്ളത്. ഈ നീലേശ്വരത്ത് ഇപ്പോൾ നമ്മളെ നഗരസഭാ കാര്യാലയം വന്നു. നഗരസഭാ കാര്യാലയം നേരത്തെ ബഹുമാനായ എൻ്റെ സുഹൃത്ത് റാഫിയോട് സൂചിപ്പിച്ചു പോലെ കേരളത്തിൻ്റെ വലിയൊരു ഓഫീസ് കെട്ടിടം. തീർച്ചയായിട്ടും അത് വേണ്ടുന്നതാണ്. അതോടൊപ്പം അത്രയും സാമ്പത്തിക ശേഷി നമുക്കുണ്ടായിരുന്നില്ല. അത് ഓൺ ഫണ്ടാണ്, അതിന് വായ്പ കിട്ടില്ലല്ലോ. അതിന് ഈൽഡ് ഇല്ലാത്തത് കൊണ്ട്, ഇങ്ങോട്ട് വരുമാനം ഇല്ലാത്തത് കൊണ്ട് വായ്പരഹിത കെട്ടിടമാണ്. വായ്പരഹിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ ഫണ്ട് കേന്ദ്രീകരിച്ചിട്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ചെയ്യേണ്ടത്. അപ്പോൾ 3-4 വർഷത്തെ ടേമായിട്ട് നമ്മളെ തനത് ഫണ്ടിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് കരാറുകാരന് കൊടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് വന്നിരിക്കുന്ന ക്ഷതം എന്ന് പറഞ്ഞാൽ പ്രാദേശിക വികസനം, പ്രാദേശികമായ റോഡുകളോ പ്രാദേശികമായ തോടുകളോ കൃത്യതയോടുകൂടി പരിപാലിക്കാൻ സാധിക്കത്തില്ല, സാമ്പത്തികമില്ല.
ആ സാമ്പത്തിക സ്രോതസ്സിൻ്റെ കുറവ് കഴിഞ്ഞ 5 വർഷവും കൂടെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ പറയുന്നു 2020-25 സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ കാലാവധി കഴിയാൻ വേണ്ടി പോകുന്ന ഈ സാമ്പത്തിക വർഷത്തിൽ തുടക്കം കുറിച്ചതല്ല. 2015-20 കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച് ബസ് സ്റ്റാൻഡായാലും നഗരസഭ ഓഫീസ് കാര്യാലയത്തിൻ്റെ കെട്ടിടമായാലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഈ വാതക ശ്മശാനമായാലും ഇതൊക്കെ 2015-20 കാലഘട്ടത്തിൽ രൂപകൽപ്പന ചെയ്ത പ്രോജക്റ്റ്. തുടർന്ന് വന്ന 2020-25 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഐഡിയോളജിയും ഇല്ലാതെ കൊണ്ട് പോയൊരു 5 വർഷം നഷ്ടമാണ്. 2015-20 കാലഘട്ടത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന പദ്ധതികളുടെ ഒരു നടത്തിപ്പ് ചുമതല എന്നതിൽ കവിഞ്ഞ് പുതുതായ യാതൊന്നും ഈ 2020-25 കാലഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. EMS സ്റ്റേഡിയോട് പ്രതിപാദിച്ചു. 2009 നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അത് പിന്നെ ആ സ്ഥലം നിൽക്കുന്നത് ഗ്രാമവികസന വകുപ്പിൻ്റെ കീഴിലാണ്, നഗരസഭയുടെ കയ്യിലല്ല, അത് ഗ്രാമവികസന വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ലക്ഷ്യം. അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് EMS സ്റ്റേഡിയം എന്നുള്ള വിഭാവനം ചെയ്യുകയും ആ വിഭാവനത്തെ സർക്കാർ അംഗീകരിച്ച് അത് EMS സ്റ്റേഡിയം അവിടെ പ്രവർത്തിക്കുകയും ഇപ്പോൾ അതിന് മേൽനോട്ടം വളരെയധികം ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് നഗരസഭയിലെ പങ്കാളിത്തം പ്രാഥമികമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ സമയത്ത് നഗരസഭ പങ്കാളിത്തം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഒരു ഏറ്റവും നല്ല സ്റ്റേഡിയം എന്നുള്ളവർക്ക് അത് കായിക പ്രേമികൾക്ക് ഉപയുക്തമാക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ള പരമാർത്ഥമാണ്. ഈ പറയുന്ന റോഡുകളും തോടുകളും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാന കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ പ്രകാരം വരുന്ന ഒട്ടേറെ പദ്ധതികൾ പാലങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നീലേശ്വരത്തിൽ നിന്ന് അനുഭവിക്കുന്നത് ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഹൈവേ എന്ന് പറയുന്നത് 2016-17 സാമ്പത്തിക വർഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹിയറിങ് ഈ ഹൈവേ കടന്നു പോകുന്ന എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും മേധാവികളെയും വിളിച്ചിരുന്നു. പക്ഷേ അന്ന് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി നടത്തി, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി നടത്തിയിരുന്നു. ആ നടത്തിയതുകൊണ്ട് എന്താ, അവരെ ഹൈവേ പോകുന്നിടത്ത് അതിൻ്റെതായ ഗുണം അവിടുത്തെ പബ്ലിക്സിന് കിട്ടിയിട്ടുണ്ട്. നീലേശ്വരത്ത് ഇല്ലാതിരുന്നത് കൊണ്ട് ഈ തോട്ടം ജംഗ്ഷൻ മുതൽ പള്ളിക്കര വരെ ഏറ്റവും ക്രൂഷ്യൽ സ്റ്റേജായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് ഈ ഹൈവേ. എന്തിനേറെ പറയുന്നു, ഏറ്റവും കൂടുതൽ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ് ഉൾനാടൻ ജലഗതാഗതം. ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ പാലം ഉയർത്തി വേണം എന്നുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അതെവിടെയാണ് ആ സാഹചര്യം ഉണ്ടായിട്ട് പോലും അവിടെ ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. നമ്മുടെ ഒരു കൗൺസിലർ ഷജീർ ഈ മനുഷ്യാവകാശ കമ്മീഷൻ മുഖാന്തരം ഒരു ഇടപെടൽ നടത്തി മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് വന്നു. പക്ഷേ അതിന് ക്രിയേറ്റിവിറ്റിയായിട്ട് യാതൊരു നടപടിയും ഇല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന ഹൈവേ വികസനം നീലേശ്വരത്തെ രണ്ടായി പിളർത്തി വ്യാപാര മേഖല ഇല്ലാതാക്കി എല്ലാം കൊണ്ടും ഭാവിയിലെ നീലേശ്വരം എന്തായിരിക്കണം എന്നുള്ള യുവതലമുറയുടെ ഒരു കാഴ്ചപ്പാടില്ല. ആ കാഴ്ചപ്പാടിനാണ് മങ്ങലേറ്റത്. അവിടെ രാഷ്ട്രീയമായ ആരോപണമായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടെ നമ്മൾക്കൊരു ദൂരക്കാഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ദുരവസ്ഥ നമുക്ക് ഉണ്ടാവുകയായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ കുറച്ച് പദ്ധതികൾ, ഈ പദ്ധതികളൊക്കെ നമുക്ക് ഉള്ളത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പൊതുവികസനത്തിന് വേണ്ടി ഒരു പാക്കേജ്, കാസർഗോഡ് വികസന പാക്കേജ് പ്രഭാകരൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് പാക്കേജ് വന്നത്. ആ കാസർഗോഡ് പാക്കേജിൻ്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികൾ കാസർഗോഡ് ജില്ലയിൽ വിവിധ മേഖലകളിൽ ഇപ്പോൾ നീലേശ്വരത്തുണ്ട്. നീലേശ്വരത്ത് അല്ലേ അംഗനവാടിയിൽ 2.5 ലക്ഷം മുനിസിപ്പാലിറ്റി വകയിരുത്തുമ്പോൾ ബാക്കി വരുന്ന 23.5-22 ലക്ഷം രൂപ കാസർഗോഡ് പാക്കേജിൽ കൂടി വരുന്നു. ഇതെല്ലാം പൊതുവായ ഒരു എന്താ പറയുന്നത് പൊതു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രാഥമികമായി സാധാരണ ജനങ്ങൾ നീലേശ്വരത്തെ സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിലേക്ക് ഇന്നുവരെത്തിയിട്ടില്ല. മത്സ്യ മാർക്കറ്റ് 1995-2000 കാലഘട്ടത്തിൽ ഞാനും ബഹുമാനായ റാഫി ഒരുമിച്ച് പഞ്ചായത്തിലുണ്ടായിരുന്നു. 2005 മുതൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വരുന്നതാണ് നീലേശ്വരത്തെ ആധുനിക രീതിയിലുള്ള മത്സ്യ മാർക്കറ്റ് എന്നുള്ളത്. ഇന്ന് വരെയാകാത്ത ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ ഒരു കോടി വെച്ചിട്ടുണ്ട്, ഞാൻ കണ്ടു 1 കോടി വെച്ചിട്ടുണ്ട്. ഇതേപോലെ അതിന് മുമ്പത്തെ ബജറ്റ് 10 ലക്ഷം വെച്ചിട്ടുണ്ട്, അതിന് മുമ്പത്തെ ബജറ്റ് 25 ലക്ഷം വെച്ചിട്ടുണ്ട്. ഈ വെക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പോ കാര്യങ്ങളോ നടത്താത്തത് കൊണ്ട് മത്സ്യമേഖലയിൽ തീരദേശ മേഖല ഡിപ്പെൻഡ് ചെയ്യുന്നത് ആശ്രയിച്ച് നിൽക്കുന്ന മത്സ്യബന്ധനത്തിലാണ്, മത്സ്യ വിപണന മേഖലയിലാണ്. പക്ഷെ അതിലൊന്നും ക്രിയാത്മകമായ ഒരു നിലപാടുകളും ഇടപെടലും ഇല്ലാത്തതിൻ്റെ വളരെയധികം ദുരിതം നീലേശ്വരം അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്
പ്രാദേശിക വികസനം എന്ന് പറയുന്ന റോഡ് മാത്രമേ ഉള്ളൂ. വെള്ളക്കെട്ടുകൾ, മഴക്കാലം വന്നാലുണ്ടാകുന്ന വെള്ളക്കെട്ടുകളും റോഡ് വികസനം ഇതുപോലുള്ള പ്രാഥമികമായി ചെയ്യുന്ന കർത്തവ്യങ്ങൾ പോലും ചെയ്തിട്ടില്ല എന്ന നമ്മുടെ സാധാരണ ജനങ്ങളുടെ ആ ഒരു ആത്മാവിനകത്തൊരു മുറിവുണ്ട്. ആ മുറിവ് ഇപ്രാവശ്യം UDF അനുകൂലമായ വോട്ടായിട്ട് മാറും എന്നുള്ളതാണ് ഞങ്ങൾ തീർച്ചയായും UDF അവരുടെ വികസന പ്രവർത്തനങ്ങളും നയങ്ങളും കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? നമ്മൾ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവരുടെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ കണ്ടിക്കാണോ, അല്ലെങ്കിൽ നിരീക്ഷണ പഞ്ചായത്തിലെ പിന്തുണ നിർദ്ദേശങ്ങളോ നിലവിൽ BJP മുന്നോട്ട് വെക്കുന്ന ഞങ്ങളെ ജയിപ്പിക്കണമെന്ന് പറയുമ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഉണ്ടായി. നിലവിൽ നമുക്കൊരു മെമ്പർമാർ പോലും ഒരു കൗൺസിലർമാർ പോലും ഇല്ലാത്ത മുനിസിപ്പാലിറ്റിയാണ് നിലേശ്വരം. ഇത്തവണ നമുക്ക് അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് അടിസ്ഥാന ലക്ഷ്യം. പക്ഷെ കുറേ പദ്ധതികൾ നമ്മളെ റാഫിക്ക് പറഞ്ഞു. അതിൻ്റെ കുറേ പദ്ധതികൾ മറ്റേ പദ്ധതികൾ പറഞ്ഞു. അല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണെന്ന് പറയാം. ഇപ്പോൾ ഒരു കുളം പറഞ്ഞു. കുളം എന്ന് പറയുന്നത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് രാജ്യത്ത് ആകമാനമില്ല കുളങ്ങൾ കേന്ദ്ര ഫണ്ട് കൊണ്ട് നവീകരിക്കുന്നത്. അതുപോലെ തന്നെ റോഡുകൾ, നമ്മളൊരു മെക്കാടും താറിങ് പോലും ഇല്ലാത്തൊരു താറിങ് റോഡില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റി എവിടെ നിന്നൊരു മെക്കാനിക് താറിങ് ഒന്നും കാണിച്ചാൽ വേണ്ടി പറ്റും. ആദ്യം സൂചിപ്പിച്ച പോലെ വലിയ രീതിയിലുള്ളൊരു മുനിസിപ്പാലിറ്റി കെട്ടിടം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്ര വലുത് ഉണ്ടാവുന്നില്ല ഒരു മുനിസിപ്പാലിറ്റി കെട്ടിടം. ഒരു മുനിസിപ്പാലിറ്റി കെട്ടിടം മാത്രം ഉണ്ടാക്കി വെച്ചതിനെ കൊണ്ട് നമ്മുടെ പൊതുജനങ്ങൾക്ക് എന്ത് ഗുണമായതിനെ കൊണ്ടുള്ളത്? ഒരു ഗുണമില്ല. അതിനോട് റോഡുകൾ, രാജാ റോഡ് വികസനം വളരെ കാലമായിട്ട് പറഞ്ഞു വരുന്നു. രാജാ റോഡ് വികസനം കുറേ കാലമായി കേൾക്കുന്നു. അതിന് ഒരു ഇതും ഇതുവരെ ആയിട്ടില്ല. അത് കൂടാതെ തന്നെ കുടിവെള്ള പ്രശ്നം, തീരദേശ മേഖലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നം ഭയങ്കരമാണ്. അതുപോലെ തന്നെ 2 തവണ കഴിഞ്ഞ ഇപ്പോഴത്തെ TV ശാന്ത ചെയർപേഴ്സണായ അഭിമുഖിച്ച വാർഡ്, അന്നത്തെ വാർഡ് 13, ഇന്ന് 15. അതിന് മുമ്പേ ചെയർമാനായിട്ടുള്ള ജയരാജ് മാഷ് മത്സരിച്ച് ജയിച്ച വാർഡ് 2 വാർഡ്. ആ വാർഡിനാണ് 2 തവണയായിട്ട് ഇപ്പോൾ നമ്മുടെ നഗരസഭയുടെ ചെയർപേഴ്സൺമാരുള്ളത്. ഇന്നും കുടിവെള്ളത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നമാണ്. കുടിവെള്ളം പോലും ഇപ്പം കേന്ദ്ര പദ്ധതി ജൽജീവൻ മിഷൻ പദ്ധതി രാജ്യത്ത് ആകമാനം നടത്തിക്കൊണ്ട് വലിയ രീതിയിലൊരു മുന്നേറ്റം നടത്തുന്ന സമയത്ത് പോലും നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ജൽജീവൻ പദ്ധതി നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ റോഡ് മഴയായി കഴിഞ്ഞാൽ റോഡെല്ലാം ഒഴിച്ചാലിൻ്റെ പ്രശ്നം കൊണ്ടെല്ലാം റോഡെല്ലാം തോടായി മാറുന്നു. ഇനി ഏത് വാർഡുകളിലേക്ക് നമ്മൾ ചെന്നെത്തി കഴിഞ്ഞാൽ റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ ആണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ LDF നമ്മളെ ഒരു വികസന രേഖ പോലൊരു ഇത് ഇറക്കി എല്ലാ സ്ഥലത്തും എല്ലാ വീടാന്തരം കൊടുക്കുന്നുണ്ട്. അതിലിപ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. രാജ്യത്ത് ആകമാനം കേന്ദ്രീയ വിദ്യാലയം കേന്ദ്ര സർക്കാർ നടപ്പാക്കി എടുത്തു. അതിലേക്ക് വെറും ഒരു 100 മീറ്റർ റോഡ് അത് മുനിസിപ്പാലിറ്റിയാണ് ടാർ ചെയ്ത് കൊടുക്കുന്നത്. ആ 100 മീറ്റർ ടാർ ചെയ്ത് കൊടുക്കാൻ പോലും പറ്റാത്തൊരു മുനിസിപ്പാലിറ്റി. എത്രയോ കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 100 മീറ്റർ ആണ് ടാർ ചെയ്യുന്നത്. അത് ഇന്നും നഗരസഭ ചെയ്യാൻ സാധിക്കും. അത് ചളി കുട്ടികൾക്ക്, നമ്മളെ യൂണിഫോമിലായിട്ട് പോകുന്ന കുട്ടികൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട്. നമ്മൾ 2 തവണ സെക്രട്ടറിക്ക് നിലവിൽ നിവേദനം കൊടുത്തു തരും, തിരിഞ്ഞു നോക്കിയിട്ട്. അതുപോലെ തന്നെ ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ വികസനങ്ങൾ ഞങ്ങളോടാണെന്ന് പറഞ്ഞ് കൊട്ടുഘോഷി നടക്കുമ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെറും 100 മീറ്റർ റോഡിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, ഒരുപാട് തവണ പറഞ്ഞു. ഇപ്പം നമ്മൾ BJP 20ഓളം വാർഡുകളിലാണ് നിലവിൽ മത്സരിക്കുന്നത്. നമുക്ക് ഭരണം കിട്ടുമെന്നുള്ള ഇതൊന്നല്ല നമ്മൾ മത്സരിക്കുന്നത്. നമുക്കൊരു മികച്ചൊരു പ്രതിപക്ഷം ഇതിനകത്താകാൻ സാധിക്കണം. തീർച്ചയായും, എന്താ സംശയം? മികച്ചൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഭരണപക്ഷം ഇങ്ങനെ ആവില്ല. മികച്ചൊരു പ്രതിപക്ഷം ഈ നീലേശ്വരത്ത് ഉണ്ടായിരുന്നു എങ്കിൽ ഭരണപക്ഷം ഇങ്ങനെ ആവില്ല. അതിലൊരു തർക്കമില്ല. ഇപ്പം നമ്മളെ ഈ ദേശീയവാദയുടെ വിഷയം തന്നെ ഒറ്റക്കെട്ടായി എല്ലാ കക്ഷികളെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നഗരസഭ ഭരണസമിതിക്ക് സാധിച്ചില്ല. എല്ലാം വേറെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു നാടിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നിച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ നാഷണൽ ഹൈവേയുടെ ഇത്ര ഒരു വിഷയം വരുത്തിയില്ല.
അത് സാധിച്ചില്ല. രണ്ട് നമ്മുടെ ബഹുമാനമായിട്ടുള്ള സൂചിപ്പിച്ചൊരു കാര്യം, നമ്മുടെ പിന്നെ എന്തിനാണ് ഇത്ര വലിയ ഓഫീസ്? ഒരു ഓഫീസ് ഇല്ലാതെ അത് രണ്ടുപേരും ഒരേ സമാന ചിന്താഗതിക്കാരാണ് ആ കാര്യത്തിൽ. ഒരു ഓഫീസ് ഇല്ലാതെ എങ്ങനെ ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും? ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന സീലിംഗ് കടന്ന് തലയിൽ വീഴുന്ന ഒരു ഓഫീസായിരുന്നു നീരശത്തുണ്ടായത്. അത് 50 വർഷം മുമ്പ് നിർമ്മിച്ചതാണ്. അത് മാറ്റിയിട്ടാണ് 75 സെന്റ് സ്ഥലം നഗര ഹൃദയത്തിൽ വിലക്ക് വാങ്ങി അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ അത് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, കുടുംബശ്രീ സീരിയസ് ഓഫീസ് ഉൾപ്പെടെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വിമർശനങ്ങൾ വികസനം എന്നത് ഏതെങ്കിലും ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഇത് തുടർച്ചയാണ്. ഇതിപ്പോ കഴിഞ്ഞ ഭരണസമിതി ആവിഷ്കരിച്ച പദ്ധതി ഈ ഭരണസമിതി കാലത്ത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഭരണസമിതി ആവിഷ്കരിച്ച പദ്ധതി അടുത്ത ഭരണസമിതി കാലത്ത് പൂർത്തീകരിക്കപ്പെടും. ഹൗസ് ബോട്ട് ടെർമിനൽ ഏത് കാലത്ത് ആശയമാണ്? ഈ കാലത്തെ ആശയമല്ലേ? ഇവിടെ കോട്ടപ്പുറത്ത് ടൗൺ ഹാൾ നിർമ്മിക്കപ്പെട്ടത് ഏത് ഭരണസമിതിയുടെ കാലത്ത് പ്രവർത്തി ആരംഭിച്ചതാണ്? ഈ ഭരണസമിതിയുടെ കാലത്താണ്. ഇപ്പൊ നമ്മള് പിന്നെ ഇവിടെ സിവിൽ സ്റ്റേഷന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഭരണസമിതിയുടെ ആശയമാണ്. അപ്പൊ അത് അടുത്ത ഭരണസമിതി പൂർത്തീകരിക്കും. ഇത് തുടർച്ചയല്ലേ? പിന്നെ രണ്ടുപേരും അവകാശപ്പെട്ട മറ്റൊരു വിമർശനം, ഈ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് നീതിശത്ത് എന്താ അനുവദിച്ചത് എന്ന് ബഹുമാനായ കോൺഗ്രസിനെ വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ഒരു രൂപ സംസ്ഥാന ഗവൺമെന്റ് ഭരിക്കുമ്പോൾ നീതിശത്ത് കൂടി ഉണ്ടല്ലോ. ഒരു പദ്ധതി അനുവദിച്ചായിട്ട് പറയുകയോ ഒരു പദ്ധതി 1 രൂപ ഒന്നുമില്ല, 0 ആയിരുന്നു. ആ കാലത്ത് നിന്നാണ് കഴിഞ്ഞ 10 വർഷത്തേക്ക് 400 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കപ്പെടുന്നത്. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം ഉണ്ടല്ലോ, ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഹൈവേ ലോക്കൽ ബോഡിയുടെ ഏത് അതോറിറ്റിയെ മീറ്റിംഗ് വിളിച്ചത്? ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് നീലേശ്വരത്തിൽ ലോക്കൽ ബോഡിയിൽ ഒരു തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കഴിഞ്ഞ തവണ വൈസ് ചെയർമാനുമായിട്ടിരുന്നാണ്. ഒരു അതോറിറ്റിയും ലോക്കൽ ബോർഡിന്റെ യോഗം വിളിച്ചു ചേർന്നിട്ടില്ല. ഇവിടെ ഈ പറയുന്ന വിഷയം വന്ന ഘട്ടത്തിൽ തന്നെ നഗരസഭ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. അതിന് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. ആരാ അതിന് തുടക്കം വെച്ചത്? കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അധികാരത്തിൽ വിട്ടുപോയി രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അവര് വേറെ പോയ സമയത്ത് BJP കൂടെ ഉണ്ടായത്. ഡൽഹിയിലേക്ക് പോയല്ലോ. ഡൽഹിയിലേക്ക് പോയിട്ട് BJPയുടെ മന്ത്രി നിതിൻ ഗഡ്കരിയെ ഇവിടുത്തെ BJP പ്രതിനിധി വിജയകുമാർ ഉൾപ്പെടെ പോയിട്ടല്ലേ കണ്ട് നിവേദനം കൊടുക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടെ ചെറിയൊരു മിനി ബൈപ്പാസ് കിട്ടുന്നത്. കോൺഗ്രസ് അതായത് ഒരു നാട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുമ്പോ ഈ പറയുന്ന ഒരു ഒന്നിച്ചു പോകുന്നതിന് പാലം വെച്ച് പാലം പിരിക്കുന്ന നിലപാടാണ് നീലശബ്ദ കോൺഗ്രസ് എടുത്തത്. അത് മറച്ചു വെച്ച് പോകാൻ കഴിയോ? ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാൻ സാധിക്കാതെ മറ്റവരെ കുറ്റപ്പെടുത്തുന്നത് പോലുള്ള കുറ്റപ്പെടുത്തലായത്. ഒരു ഭരണകർത്താക്കൾ ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങൾ കൃത്യതയോട് ചെയ്യാതപ്പോ കോൺഗ്രസും UDF-ഉം ആ നിലപാടിനെ എതിർത്തിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞ കൃത്യമായി സർവകക്ഷി എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊന്നും ഭരണസമിതി തയ്യാറായില്ല. അതാണ് നിലവില് BJPയുടെ ആൾ പോയിരുന്നു. സത്യം തന്നെ, അതായത് ഭക്ഷണമൊന്നുമില്ല, എല്ലാവരും കണ്ട കാര്യമാണ്, നമ്മൾ ഭക്ഷണപ്പെട്ട കാര്യമില്ല. കോൺഗ്രസിന്റെ ആണ് MP ഇപ്പോഴില്ല, കോൺഗ്രസിന് വിട്ടുവന്നു. അത് പറയുന്നത് യാഥാർത്ഥ്യം തന്നെ. പക്ഷെ ഇനിയും അതിന് സാധ്യതകളുണ്ട്. അങ്ങനെ നമ്മൾ കോട്ടപ്പുറത്ത് അങ്ങോട്ട് പോകുന്നിടത്ത് ഇപ്പം വിഷയമുണ്ട്. അവരിപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 4 ഫില്ലർ ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും അതിന് സാധ്യതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഈ പറയുന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് ഇതിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ കാണാൻ വേണ്ടി പോയപ്പോൾ കോൺഗ്രസ് പ്രതിനിധി അടക്കാൻ പോയത് അല്ല പറയാൻ പറ്റുമോ? അത് പോയിട്ട് അവിടെ നിവേദനം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടർന്ന് വന്ന ചർച്ചകളോ കൂടിക്കാഴ്ചകളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു ഏകപക്ഷീയമായ നിലപാട് എടുത്തപ്പോഴാണ് UDF നിലപാടെടുത്തത്. മറ്റൊന്ന് ഒന്നും കൂടി പറയട്ടെ. ഇല്ല, നാടിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നാടിന്റെ ആവശ്യമാണ് എന്നുള്ള ബഹുമാനപ്പെട്ട MP മന്ത്രിക്ക് കൊടുക്കാനുള്ള ലെറ്ററും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഈ പറയുന്ന അതിലാണ് ഞാൻ പറഞ്ഞത്. ഈ കൃത്യമായി തിരുവനന്തപുരം പോയി വന്നതിന് ശേഷമുള്ള ഒരു കാര്യങ്ങളും ഒരു ചർച്ചയും UDF-ന്റെയോ കോൺഗ്രസിന്റെയോ ആൾക്കാരുമായി യാതൊരു ചർച്ചകൾ നടത്താതിരിക്കുന്ന സമയത്ത് നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പറഞ്ഞപ്പോൾ പോലും ഇത് ഒറ്റക്കെട്ടായി പോകേണ്ടതാണെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ കൂട്ടാക്കിയ ഭരണസമിതി
ഞാൻ പാർട്ടിയല്ല പറയുന്നത്, ഭരണസമിതി കൂട്ടാക്കിയില്ല, അവിടെയാണ് ഗോറിട്ട് പോയത്. മനസ്സിലായി? എന്നിട്ട് അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ട് CPM നേതൃത്വമല്ല കേട്ടോ, മറിച്ച് ഇവിടുത്തെ ഭരണസമിതിയാ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഒരുമിച്ച് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി. ആരാ വേല വെച്ചത്? ഭരണസമിതിയാ. എന്തുകൊണ്ട് എല്ലാവരും പറയുന്നു? അതിന്റെ സത്യത്തെ മറച്ചു വെക്കേണ്ട കോൺഗ്രസ് എന്നും വികസന കാഴ്ചപ്പാടോടുകൂടി ഇതിന് പിറകെ നടന്ന, പക്ഷേ നിങ്ങൾ അതിനകത്ത് ഏകാധിപത്യ മനോഭാവം കലർത്തിക്കൊണ്ടുവരികയും എന്നിട്ട് നമ്മുടെ ബഹുമാനായ MP നഗരസഭയോടൊപ്പം നിന്നു. നിന്നിട്ടുണ്ട്. പറയാൻ പറ്റുമോ? നീലേശ്വരം പഞ്ചായത്ത് ഭരിച്ച പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി. അതിനുശേഷം ഈ കോൺഗ്രസ് എങ്ങനെയാണ് നീലേശ്വരത്തിൽ ഇത്ര തകർന്നത്? കോൺഗ്രസ് തകർന്നു എവിടെയും പറയുന്നത് ഇത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയരുത്. നിങ്ങൾ നിങ്ങളുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് വാർഡ് വിഭജനം ചെയ്യുന്നു. നിങ്ങൾക്ക് അനുകൂലമാക്കി വാർഡ് വിഭജനം ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കുന്നു. അല്ലാതെന്താ? ഇന്ന് 1/3 ശോഷിക്കുന്ന സ്ഥിതി എങ്ങനെയാ വന്നത്? എങ്ങനെയാണ് കോൺഗ്രസ് UDFന്റെ ഒരു പുസ്തക സീറ്റിൽ SDPI എന്ന് പറയുന്ന ഒരു പാർട്ടി ജയിച്ചത്? ഞങ്ങളോട് വോട്ടില്ലല്ലോ. എങ്ങനെയാണ് ജയിച്ചത്? ഞാൻ തൊട്ട കാര്യം ചോദിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ 16ാം വാർഡ് എന്ന് പറഞ്ഞ കാര്യംകോട് UDFന്റെ സ്ഥാനാർത്ഥി ആരാ? നിങ്ങൾ പറയൂ. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ചാത്തമത്ത്, പൂവാലങ്കൈ എന്ന് പറയുന്ന 2 വാർഡുകളിൽ തീരദേശത്ത് 2 പ്രദേശത്ത് താമസിക്കുന്ന 2 പെൺകുട്ടികൾ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നിർത്തി. അവിടെ നിർത്തിയിട്ട് ആ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടെത്രയോ? ചാത്തമത്ത് എന്ന് പറയുന്ന വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടെത്രയോ? 12 വോട്ട്. നിഷേധിക്കാൻ കഴിയോ? അവിടെ BJPക്ക് കോൺഗ്രസ് വോട്ട് മറിച്ചു കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്? BJP ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് വോട്ട് മറിച്ചു കൊടുത്തു. വോട്ട് മറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും തിരുവനന്തപുരത്തും തൃശ്ശൂരും നടക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ദയവായി എനിക്ക് എന്റെ സുഹൃത്തോട് പറയാനുള്ളത്, ദയവായി നീലേശ്വരത്തെ രാഷ്ട്രീയ സംസ്കാരത്തെ മലിനപ്പെടുത്തരുത്. അത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിങ്ങൾ മലീമസപ്പെടുത്തി ഞാൻ വിളിച്ചു പറയുകയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 16ാം വാർഡ് കാര്യംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് BJPക്ക് സ്ഥാനാർത്ഥിയില്ല. അവിടെ തീരദേശത്തുള്ള ഒരു പെൺകുട്ടിയെ കോൺഗ്രസ് ഒരു സ്വതന്ത്ര വേഷം കെട്ടി ഇറക്കിയിട്ടുണ്ട്. ഇന്ന് വരെ ആ വീട്ടിൽ ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഇവർ രണ്ടുപേരും ചേർന്ന് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണം നടത്തിയാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. BJP അക്കൗണ്ട് ഇനിയും നീതിശബ്ദം തുറക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് കഴിഞ്ഞ 9 ആയിരുന്നുവെങ്കിൽ അത് ഇനിയും ശോഷിക്കാനിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പോടെ. ഒരു തർക്കവുമാണ്. ഇത്തവണ അക്കൗണ്ട് BJP തുറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് 5 വാർഡുകൾ നമ്മള് ഏതൊക്കെ വാർഡാണ് BJP ഇപ്പോൾ ആ അക്കൗണ്ട് തുറക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാർഡ്? 13, 14, 2, 4 ചെയ്തിരിക്കും. 16ാം വാർഡിലെ നിലവിൽ സ്ഥാനാർത്ഥി ഇല്ലാത്ത 16ാം വാർഡിലെ സ്ഥാനാർത്ഥി BJPക്ക് നിലവിൽ അവിടെ ഒരു ബൂത്ത് കമ്മിറ്റിയോ ഒരു വാർഡ് കമ്മിറ്റിയോ ഒന്നും ഇല്ലാത്ത പ്രദേശമാണ് ഇത്. ഒന്നുമില്ല. വോട്ടുണ്ടാവും. ഇപ്പൊ നിയമസഭയിലൊക്കെ വരുമ്പോ വോട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ വേറെ സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയോട് നിർത്തിയാൽ നമുക്കൊരു 100ഓളം വോട്ടുകൾ ആ വാർഡിലുണ്ട്. അത് വോട്ടർമാർ തീരുമാനിച്ചോളൂ. ഉചിതമായ സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാർ ചെയ്തോണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാം. നമുക്ക് അവിടെ ഇപ്പൊ LDFന്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. LDFിൽ തന്നെ ഒരുപാട് വർഷമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി സ്വതന്ത്രമായിട്ടാണ് മത്സരിക്കുന്നുണ്ട്. നമ്മളെ ലക്ഷ്യം LDFിനെ തകർക്കുക, LDFിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനൊരു തർക്കമില്ല. അതിലെന്താ സംശയം? നമ്മളെ സംബന്ധിച്ച് UDFിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്.
ഒരു പക്ഷേ ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അതേ മുന്നണിയിലെ പ്രവർത്തകർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇരുന്നുണ്ടെങ്കിൽ അതവർ ആഭ്യന്തര കാര്യം. ആ ആഭ്യന്തര കാര്യത്തിൽ അത് ആഭ്യന്തര കാര്യമാണ്. അത് നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. ഇപ്പൊ 34-ാം വാർഡിൽ കോൺഗ്രസിന്റെ ദുർബലമായിട്ട് ഒരാൾ മത്സരിക്കുന്നുണ്ട്. അത് ജനാധിപത്യ സമ്പ്രദായത്തിൽ നടക്കുന്നുണ്ടാ. ഇപ്പൊ ശ്രീ സാഗർ ചാത്തോന്ന് സൂചിപ്പിച്ചതുപോലെ LDF-നെ തകർക്കലാണ് BJP-യുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ കോൺഗ്രസ് അവരെ ജയിപ്പിക്കാൻ വേണ്ടി BJP-ക്ക് വോട്ട് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസ് അതേ നൃത്തം ചിന്തിക്കുന്ന ജനാധിപത്യം മനസ്സിലാക്കുന്ന നീലശബ്ദ ജനങ്ങൾ LDF അനുകൂലമായി വോട്ട് ചെയ്യും. LDF സ്വാഭാവികമായും LDF ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു സ്വതന്ത്രമോ അല്ലെങ്കിൽ മറ്റൊരാളോ വരാൻ സാധ്യതയില്ല. അപ്പൊ അവിടെ എന്താണ് അങ്ങനെ വരാനുള്ള ഒരു പ്രാദേശിക വിഷയം? അല്ല, അവിടെ പ്രാദേശിക വിഷയമൊന്നുമില്ല. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ചില ആളുകൾക്ക് സ്ഥാനാർത്ഥിയാവണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പൊ പല വാർഡുകളിലും പല സ്ഥാനാർത്ഥികളും ആണെന്ന് ആഗ്രഹിച്ചവർ എല്ലാ പാർട്ടിക്കകത്തും ഉണ്ടാവും. പക്ഷെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വോട്ടുകൾ യഥാർത്ഥത്തിൽ LDF-നെ ബാധിക്കില്ല. സ്വതന്ത്രനെ അനുഭവിക്കുന്ന ഒരു വോട്ട് പോലും LDF-ന്റെ വോട്ട് അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അവിടെ കിട്ടാൻ പോകുന്നത് ഒരു ഡെമി സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയ കോൺഗ്രസ് അവർ വോട്ട് കൊടുക്കും. അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി ഇല്ലാതെ വോട്ട് കൊടുക്കും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ 500-ലധികം വോട്ടുകൾക്ക് LDF ജയിക്കും. അപ്പോ ഒരു കാര്യം വ്യക്തമായല്ലോ, CPM-ന്റെ LDF-ന്റെ ശക്തി കേന്ദ്രമായ സ്ഥലമാണ് 16 ആണല്ലോ. അത് സംഭവിച്ചല്ലോ. ആ അത്ര ശക്തമായ പോരാട്ട വീര്യമുള്ള ഒരു വാർഡിനകത്ത് ആ പാർട്ടിയുടെ റിബൽ സ്ഥാനാർത്ഥി വന്നിരുന്നു. പാർട്ടി പ്രവർത്തകയായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന സ്ഥാനാർത്ഥി ജയിക്കോ തോക്കോ എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. ഇപ്പുറം ഭാഗത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരോ UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണെന്നോ BJP സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ വിഷയമല്ല. കാരണം 500 വോട്ടിനധികം ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു സീറ്റിലാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ അടവന്നത്. സ്വാഭാവികമായും അതിനെ ആ മെറിറ്റിൽ കാണുക. ഇവിടെ ദേശീയാടിസ്ഥാനത്തിൽ BJP-യും CPM-ഉം തമ്മിൽ ഒരു അന്തർധാര. അവിടെ എന്താ, കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസ് മുക്ത കേരളം, കോൺഗ്രസ് മുക്ത നഗരസഭ എന്നുള്ളത് അത് അവരുടെ അജണ്ടയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്ന കാഴ്ചപ്പാടുമായി ഒരു പൊരുത്തത്തിൽ നമ്മൾ പോകുന്നില്ല, ഒരു എന്താ പറയുക തർക്കത്തിന് നമ്മൾ പോകുന്നില്ല. മറിച്ച് അതാത് പ്രദേശത്തിന്, അത് നീലേശ്വരമുള്ള കാര്യങ്ങളിൽ ചെറുത്തൂര് എവിടെയായിരുന്നാലും അതാത് പ്രദേശത്തിന്റെ ഭൗതിക സാഹചര്യം അതാത് ജനങ്ങൾക്കനുസരിച്ച് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രാപ്യത കാണിക്കുന്നുണ്ടോ? ഇപ്പൊ ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യമാണ് ബാലൻസ് നിൽക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി ഇവിടെ ഭരിക്കുന്ന CPM-ആണ്, LDF-ആണ്. കഴിഞ്ഞ 25 വർഷമായി തുടർച്ചയായി 2000 തൊട്ട് 2025 വരെ. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഒന്നിന്റെ തുടർച്ചയാണ് മറ്റത്, അങ്ങനെ വരുന്നു. ശരിയാണ്, സാധാരണ ഭരണചക്രം പോലെ ആ രീതിയിൽ തന്നെ 25 വർഷമായി ഇടതുപക്ഷം ഭരിച്ചു വരുന്ന നീലേശ്വരത്തിന്റെ പഞ്ചായത്തായിക്കോട്ടെ നഗരസഭ ആയിക്കോട്ടെ, അതിന്റെ ഭൗതിക സാഹചര്യം പാശ്ചാത്യ സാഹചര്യം എന്താണെന്ന് ഇവിടുത്തെ ജനം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടുത്തെ ജനം നീലേശ്വര സാംസ്കാരിക തനിമ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സാംസ്കാരിക തനിമയുള്ള നീലേശ്വരത്തെ പൊതുസമൂഹം കൃത്യമായ അവരെ മനസ്സിനകത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് UDF പറഞ്ഞ ഇപ്രാവശ്യം UDF ഇത് നേടിയിരിക്കും, 20 സീറ്റിൽ ജയിച്ചു. 3 മുന്നണികളും വളരെ കരുത്തുറ്റ ആത്മവിശ്വാസത്തിലാണ്. ഒരുപാട് വികസന പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ വികസന പ്രശ്നങ്ങളുടെ ഭാഗമായി ഒരുപാട് എതിർപ്പുകളുമുണ്ട്. സ്വാഭാവികമായും ഭരണപക്ഷം പറയുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവരുടെ രാഷ്ട്രീയ വിശകലനം ഒരു 1ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പോകുന്നത് നീലേശ്വരത്തെ മത്സരം പൊടിപ്പാറും. മാത്രവുമല്ല, നീലേശ്വരത്ത് ഒരു അട്ടിമറി പോലും സംഭവിക്കാൻ പറ്റുന്ന തരത്തിൽ BJP പോലും 5 സീറ്റുകളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് BJP പോലും ഇത്തവണ മത്സരത്തിൽ ഇറങ്ങുന്നത്. അതിന്റെ കൂടുതൽ കാര്യങ്ങളുമായി നമുക്ക് സംവാദത്തിലേക്ക് വരുന്നവർക്ക് ഒരു ചെറിയ ഇടവേള. തീർച്ചയായും ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഇവർക്ക് പറയാൻ. ഒരുപക്ഷെ നീലേശ്വരത്തെ ഈ വോട്ടുകളുടെ
ഏറ്റവും വലിയ ഒരു തിരക്കിട്ട സമയങ്ങളിൽ ഈ ചർച്ച നടക്കുമ്പോൾ ഒറ്റ കാര്യമേ മനസ്സിലാക്കാനുള്ളൂ, ആർക്കാണ് വിജയം, ആരാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടുക എന്നുള്ള തുടങ്ങിയ ചോദ്യങ്ങളാണ്. ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ LDFന്റെ ഭാഗമായി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ രാജാറോഡ് വികസനം എന്ന് പറയുന്നത് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോഴും അതിന്റെ റവന്യൂ വിഭാഗം ആ KRFBക്ക് സ്ഥലം കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷം സംസ്ഥാന ഗവൺമെന്റും ഒരുപക്ഷെ കഴിഞ്ഞ 25 വർഷമായി മോഹനൻ സൂചിപ്പിച്ചതുപോലെ നഗരസഭ LDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ രാജാ റോഡിന്റെ വികസനം വൈകുന്നത്? 2018 40 കോടി രൂപ നമ്മുടെ രാജാ റോഡ് വികസനം കച്ചേരിക്കട പാലം എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് അനുവദിക്കുന്നത്. അത് വീടുകളുടെ റോഡാണ്. അതിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്തിട്ടാണ് ഇപ്പൊ കച്ചേരിക്കട പാലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ 16 കോടി രൂപയാണ് നമ്മുടെ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ കൈവശം നമുക്കുള്ളത്. കിഫ്ബി പദ്ധതിയാണ്, KRFB ആണ് നിങ്ങൾ പറഞ്ഞതുപോലെ അതിന്റെ വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ലാൻഡ് അക്വയർ ചെയ്യുന്നത് റവന്യൂ വിഭാഗമാണ്. ഇപ്പൊ ലാൻഡ് അക്വിസിഷൻ നടപടികൾ താരതമ്യേന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വലിയ കാലതാമസം അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇപ്പോ അതിന്റെ അവസാന ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ആളുകൾക്ക് പൈസ കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കേണ്ട നടപടിയിലേക്ക് അത് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരുന്ന ഭരണസമിതി LDFന്റെ നേതൃത്വത്തിൽ വരുമ്പോ ഒന്നാമത്തെ പ്രയോറിറ്റി രാജാ റോഡിനായിരിക്കും. അടുത്ത സാമ്പത്തിക വർഷത്തോടുകൂടെ രാജാ റോഡ് നീലേശ്വരത്ത് യാഥാർത്ഥ്യമാകും. അതിൽ യാതൊരു തർക്കവുമില്ല. രാജാ റോഡ് വികസനം എല്ലാവരുടെ ആവശ്യം. കാരണം ഈ നീലേശ്വരം നഗരസഭയുടെ ടൗൺ പ്രദേശം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ പേരൂർ താലൂക്ക് ആസ്പത്രിയുടെ കീഴുകൾ പഴയ പേരൂർ ബസാർ വരെയാണ്. ആ പഴയ പേരൂർ ബസാർ വരെ നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പേരൂർ വില്ലേജ് പ്രദേശത്ത് ഓവർബ്രിഡ്ജ്, നമ്മുടെ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ അപ്പുറം ഭാഗത്തുള്ള ഇപ്പോൾ സ്ഥലം നേരത്തെ പറഞ്ഞല്ലോ എക്വയർ ചെയ്ത് അതിൻ്റെതായ പണി നടക്കണം. ഈ പറയുന്ന രാജാ റോഡ് എന്ന് പറയുന്നത് നമ്മൾ ഹൈവേ മുതൽ രാജാ റോഡിൻ്റെ അതുവരെയുള്ള ആ പ്രദേശം കൂടി ഒരു നല്ല രീതിയിൽ വന്നാൽ മാത്രമേ നീലേശ്വരത്തിന് ഒരു വികസന കാഴ്ചപ്പാടുണ്ട്. കാരണം ഇതിൽ ഈ രാജാ റോഡ് വികസിക്കണം എന്ന് ഏറ്റവും കൂടുതൽ പറയേണ്ട കാരണം ഒരു കാലത്ത് വ്യാപാര കേന്ദ്രമായിരുന്നു നീലേശ്വരം. ഇപ്പോൾ നീലേശ്വരം എന്ന് പറഞ്ഞ് വ്യാപാര കേന്ദ്രം പോയിട്ട് വ്യാപാരം നടത്താൻ ഒരാൾക്കും താല്പര്യമില്ലാത്ത കേന്ദ്രമായി മാറി. അവിടെയാണ് ഒരു പരിവർത്തനത്തിന്റെ ആവശ്യം. അതുകൊണ്ട് രാജാ റോഡ് വികസനം അത്യന്താപേക്ഷിതമാണ്. ഈ പരിവർത്തനം രാജാ റോഡിന്റെ യാഥാർത്ഥ്യത്തോടുകൂടി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇതിപ്പോ ഈ സ്ഥലം അക്വിസിഷൻ നടപടി പൂർത്തീകരിക്കുന്നതോടുകൂടെ 16 കോടി കൈവശമുണ്ട് KRFBയുടെ കയ്യിൽ കിഫ്ബി പദ്ധതി പണം. അതുകൊണ്ട് തന്നെ ഒരു സങ്കോചവും ഇല്ലാതെ നമുക്കത് പറയാൻ അടുത്ത സാമ്പത്തിക വർഷത്തിൽ യാഥാർത്ഥ്യമാകും. നേരത്തെ ശ്രീ എർവാട് സൂചിപ്പിച്ചതുപോലെ രാജാ റോഡ് എന്ന് പറയുന്നത് നീലേശ്വരത്തിലെ ഒരു വികാരമാണ്. അതിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു തടസ്സം അതിന്റെ ഭാഗമായിട്ട് വരില്ല എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കൊണ്ട്. നീലേശ്വരത്തെ വ്യാപാരി സമൂഹമൊക്കെ അതിന്റെ ഭാഗമായിരുന്നു. അതിന്റെ കമ്മിറ്റിയിൽ ശ്രീ എർവാട്ടും മറ്റ് BJPയുടെ ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു ടീമാണ് അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് പ്രവർത്തിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അത് യാഥാർത്ഥ്യമാകുന്ന ഒരു തർക്കമില്ല. പിന്നെ ഈ പറയുന്ന പോലെ എടുത്തോട് റോഡാണ് അതിന്റെ ബാക്കി ഭാഗം വരുന്നത്. അക്വിസിഷൻ നടപടി കഴിഞ്ഞു. ഇപ്പൊ ലാൻഡ് വൈഡനിങ് നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോ രണ്ട് നടപടിയിലേക്ക് പോകുന്നതിന് മറ്റു സാങ്കേതിക തടസ്സങ്ങളൊന്നും ഈ 2 റോഡും വന്നാൽ തന്നെ എന്റെ ഒരു സംശയം അവിടെ ഈ രാജാ റോഡ് വികസനത്തിന് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ 16 കോടി രൂപ ഓൾറെഡി കിഫ്ബി വന്നിട്ടുണ്ട്. പക്ഷേ എക്സിഷൻ നടപടി പൂർത്തീകരിച്ച് ഇതിന്റെ പ്രാവർത്തികമാക്കുമ്പോഴേക്കും 8 കോടി രൂപ കൂടി ഇതിനകത്ത് ആവശ്യമുണ്ട്. അതായത് 16 + 8 24 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഭാഗത്തെത്തുള്ളൂ. നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആ 8 ലക്ഷം അനുവദിക്കാനുള്ള 8 കോടി രൂപ അനുവദിക്കാനുള്ള ഒരു പ്രയാസം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കോർണറിൽ നിന്നും രാജാ റോഡ് വികസനം എന്തുകൊണ്ട് ഉദാഹരണത്തിന് പ്രതിപക്ഷ പാർട്ടിയെ നോക്കി നമ്മൾ തന്നെ ഒരു ആവശ്യം ചോദിച്ചാൽ അപ്പോൾ 2 ചെയിൻ കൊടുത്ത് എന്താ പറയുന്നത് അളക്കാനുള്ള തയ്യാറെടുപ്പ് വേണ്ടിയിരിക്കും. അങ്ങനെ 22 തവണ അളന്നതായിട്ട് ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓഫീസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പ്രായോഗിക വശം നോക്കുമ്പോൾ ഈ പറയുന്ന 8 കോടി രൂപ ലഭ്യമാക്കാൻ അതാണ് ഈ ആദ്യം കിഫ്ബി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി 40 കോടി വന്നു. 40 കോടി പാലത്തിൻ്റെ അങ്ങോട്ട് പോയി, ബാക്കി 16 കോടി ഇവിടെ എക്സിസ്റ്റിംഗ് ഉണ്ട്. പക്ഷെ 8 കോടി രൂപ എത്രയും വേഗത്തിൽ ഇംപ്ലിമെന്റ് ആയിട്ടില്ല എന്ന് വരികിൽ ഈ പറയുന്ന രാജാ റോഡ് വികസനത്തിന് അതിന്റെ അവിടെയാണ് പ്രയാസം. പറഞ്ഞ കണക്കുകളൊക്കെ കറക്റ്റാണ്. ഇതിപ്പോ നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ 8 കോടി രൂപ കൂടി വേണം. അത് MLA കിഫ്ബി ബോർഡാണ് ഫണ്ട് അനുവദിക്കേണ്ടത്. അത് ഈ മാർച്ചിന് മുമ്പ് അനുവദിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കിഫ്ബി ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കാസർഗോഡ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അത് ഈ മാർച്ചിനകം പണം അനുവദിക്കുകയും മാർച്ചിന് ശേഷം വരുന്ന അടുത്ത സാമ്പത്തിക വർഷമാണ് ഞാൻ പറഞ്ഞത് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുകയും ചെയ്യും. അതിന് തർക്കമില്ല. UDF-ഉം BJP ഉൾപ്പെടെയുള്ളവരൊക്കെ LDF-ന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന
അടുത്ത ഭരണസമിതിയിൽ ഈ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അഭ്യർത്ഥനയാണ് നിങ്ങളോട്. ഭരണസമിതി ഉറപ്പിച്ചോ? അല്ല, ഭരണസമിതി പാടില്ല. നേരത്തെ പറഞ്ഞില്ല, നേരത്തെ മറ്റേ വോട്ട് മറിച്ചു എന്നൊരു വിഷയം വന്നില്ല. നമ്മുടെ കഴിഞ്ഞ തവണ 2ാം വാർഡ് പടിഞ്ഞാറ്റൻ കോവിലിൽ നമ്മൾ പരാജയപ്പെട്ട് 2 വോട്ടിനാണ്. ആടാ 100ഓളം വോട്ടുകൾ CPM-നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് എത്ര വോട്ട് കിട്ടി? നമ്മൾ അതുപോലെ CPM-ന്റെ പ്രതിനിധി പറയട്ടെ. കൃത്യമായി കണക്കുണ്ട്. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലമായതാണ് പടിഞ്ഞാറ്റ് കോവിൽ ഈസ്റ്റ് എന്ന് പറയുന്ന വാർഡ്. ആ വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസുകാരിയായ ഒരു സ്ഥാനാർത്ഥിയാണ് BJP-ക്ക് വേണ്ടി BJP ചിഹ്നത്തിൽ മത്സരിച്ചത്. കോൺഗ്രസും അവർ തമ്മിലായിരുന്നു ഫൈറ്റ് നടന്നത്. 2 വോട്ടിനാണ് അവർ പരാജയപ്പെട്ടത്. ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. ഞങ്ങളുടെ വോട്ട് വളരെ ദുർബലമാണ്. 1076 വോട്ടാണ് ഞങ്ങൾക്ക് അവിടെ ഉള്ളത്. ഞങ്ങളുടെ വോട്ട് 100% ഞങ്ങൾക്ക് തന്നെ അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇല്ല, അവിടെ 50 വോട്ട് കൈവശം. ഞങ്ങളുടെ വോട്ട് ഇല്ല, അതങ്ങനെ 100 വോട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ കക്ഷികൾക്കും എത്ര അവരുടെ വോട്ട് കിട്ടും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ കാലത്തേക്ക് പോകുന്നതിനേക്കാളും അതായത് രാഷ്ട്രീയ പാർട്ടി എത്ര കിട്ടുന്നു. BJP ഇത്തവണ അക്കൗണ്ട് തുറക്കുകയും ചെയ്യും. നമ്മള് അതില് കോൺഗ്രസിനെ സംബന്ധിച്ച് യുഡിഎഫിനെ സംബന്ധിച്ച് ഇതില് യുഡിഎഫിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ LDF SDPക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നത് LDF ആണ് കേരളത്തിൽ. പിന്നെ അവരെങ്ങനെ അത് കൂട്ടിക്കാൻ പോയി? ഇത്തവണ അക്കൗണ്ട് തുറക്കുന്ന യാതൊരു തർക്കമില്ല. അല്ല, ഒരു കാര്യം പറയട്ടെ. UDF-നെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം ഇപ്പോ ബഹുമാനായ റാഫി പറഞ്ഞ LDF വീണ്ടും തുടർന്ന് ഭരിക്കും. ആ ഭരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന BJP-യും UDF എല്ലാവരും ഒരുമിച്ച്, അതായത് ഭരണ പങ്കാളിത്തം അല്ലെങ്കിലും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഒരുമിച്ചുണ്ടാവും എന്ന് റാഫിയുടെ അഭിപ്രായവും, അതുപോലെ തന്നെ അക്കൗണ്ട് തുറന്ന് അവരുടേതായ ശക്തമായ ഒരു പ്രതിപക്ഷമാവും എന്ന് പറയുന്ന സാഗറിൻ്റെ അഭിപ്രായവും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യമുള്ളൂ, ആരായിരുന്നാലും ഇപ്രാവശ്യം UDF ഭരണത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. അതിൽ ഒരു സംശയമില്ല. അത് നമ്മൾ പറയുന്നതല്ല, ജനം പറയുന്നതാണല്ലോ. ജനം പറയുന്നതാണ് 20 സീറ്റ് UDF-ന് കിട്ടും എന്നുള്ള യാതൊരു സംശയമില്ല. ഈ പറയുന്ന ആക്ഷേപങ്ങൾ ഏത് BJP-യുടെ വോട്ട് CPM-ന് കിട്ടിയ, CPM-ന്റെ വോട്ട് BJP കിട്ടിയ എന്നുള്ളത് ഇതിന് ശേഷം കൃത്യമായി വേണ്ടെങ്കിൽ കഴിഞ്ഞ 2000 മുതൽ ഒറ്റൊരു വിഷയം 2000 മുതൽ ഇങ്ങോട്ടേക്കുള്ള BJP-യുടെ പ്രഭാവം നോക്കിക്കഴിഞ്ഞാൽ സാഗർ എവിടെയാ സ്വന്തം നാട്? ചാത്തമത്ത് ആരെ സ്ഥലമായിരുന്നു? എങ്ങനെയാ സാഗർ അവിടെ ഇത്രയും പ്രഗത്ഭനായ BJP നേതാവായിട്ട്? കഴിഞ്ഞ തവണ 2 വോട്ടിന് മാത്രം BJP ജയിച്ച പടിഞ്ഞാറ്റ് ഈസ്റ്റ് എന്ന് പറയുന്ന വാർഡ് CPM-ന്റെ സ്വാധീന മേഖലയാണോ അല്ല കോൺഗ്രസിന്റെ സ്വാധീന പോയി? കഴിഞ്ഞ തവണ കോൺഗ്രസ് CPM വോട്ട് മറിച്ചു. അതാണ് BJP പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ അക്കൗണ്ട് തുറക്കണ്ട, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തുറക്കേണ്ട അക്കൗണ്ട് ആയിരുന്നു. അത് ഇത്തവണ എന്തായാലും തുറക്കും. കഴിഞ്ഞ തവണ CPM ക്ലോസ് വോട്ട് ചെയ്തില്ല എങ്കിൽ കഴിഞ്ഞ തവണ നമ്മുടെ പ്രതിനിധി മുനിസിപ്പാലിറ്റി ഉണ്ടാവുമായിരുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നീലേശ്വരം നഗരസഭയിൽ 34 കൗൺസിലർമാര് ജയിച്ചു വരും. ആ ജയിച്ചു വരുന്നതിൽ BJP-യുടെ പ്രതിനിധി ഉണ്ടാവും എന്നുള്ളൊരു കാഴ്ചപ്പാട് എന്നെ സംബന്ധിച്ചില്ല. കാരണം എന്താ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പരസ്പരം വെച്ചു മാറുക എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് വാങ്ങിക്കും, ഇങ്ങോട്ട് കൊടുക്കില്ല. അങ്ങോട്ട് വാങ്ങിക്കും, ഇങ്ങോട്ട് കൊടുക്കൂല. അതുകൊണ്ട് BJP-യുടെ അക്കൗണ്ട് സ്വാഭാവികമായിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും നേരത്തെ ഒരു സാന്ദർഭികമായെങ്കിലും ബഹുമാനായ റാഫി സൂചിപ്പിച്ചത് 16-ാം വാർഡിൽ ഇവർ ചൂണ്ടിക്കാണിച്ചത് അതിന്റെ ഒരു ഫലമായിട്ടാണ്. കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഇവർ ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ ഒന്നാമത് ഇവർക്ക് എതിർ ശത്രു എന്നത് BJP ആണ്. ഇതുള്ള ജനങ്ങള് നമ്മുടെ നീലേശ്വരത്തിനകത്തില്ലേ വോട്ടർമാർ ഇതെല്ലാം മനസ്സിലാക്കി വരുന്നുണ്ട്. വോട്ടർമാരുടെ ഇത് പറഞ്ഞാല് BJP
കൗൺസിലർമാർ നഗരസഭക്കകത്ത് വേണമെന്നുള്ളതാണ് ആരുടെ തീരുമാനം? വോട്ടർമാരുടെ തീരുമാനം. അത് കൃത്യമായി വോട്ടിംഗ് മെഷീനിൽ പ്രതിഫലിപ്പിക്കും. ബിജെപിയുടെ കൗൺസിലർമാർ ഇത്തവണ മുനിസിപ്പാലിറ്റിക്കകത്ത് ഉണ്ടാവുകയും ചെയ്യും. ഒരു ദേശീയ ദുരന്തം വരുമ്പോൾ മറ്റുള്ളവരൊക്കെ ഒന്നിച്ചു നിൽക്കുമല്ലോ, അതാണ് ഇന്ത്യ മുന്നണി. ബിജെപി എന്ന് പറയുന്ന മഹാദുരന്തത്തെ അതുകൊണ്ട് ഇതൊരു മൂലക്കായി, കേരളത്തിലൊരു മൂലക്കായി ഇപ്പൊ സിപിഎം. ഇപ്പൊ ബീഹാറിൽ സംഭവിച്ച് എല്ലാവരും ഒന്നിച്ചു നിന്നിട്ട് ബീഹാറിൽ സംഭവിച്ച് അപ്പൊ ബിജെപി എന്ന് പറയുന്ന ഒരു മഹാദുരന്തത്തെ രാജ്യത്ത് നിന്നും പുറത്താക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്നെടുത്ത തീരുമാനമാണ്. അതാണ് ഇന്ത്യ മുന്നണി. ഇവിടെ എനിക്ക് നിരീക്ഷണത്തെ കോൺഗ്രസോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളുടെ വോട്ടുകൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ഇപ്പൊ ഇന്ത്യ മുന്നണി ഒന്നിച്ചല്ലേ നല്ലത്. ഇവർ രണ്ടുപേരും ഒന്നിച്ച് നല്ലത്. ഒരു സംശയം വേണ്ട, ദേശീയ തലത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാട് നയം എന്ന് പറയുന്നത് ബിജെപിക്കെതിരെയാണ്. അതിശക്തമായ നിലപാട് അത് താഴെ തട്ടുവരെയുണ്ട്. കേരളത്തിലെത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ പരമ്പരാഗതമായ ഒരു ശൈലി വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ പരമ്പരാഗതമായ ശൈലിയാണ് CPM-ഉം കോൺഗ്രസും രണ്ട് ശൈലിയിൽ നിൽക്കുന്നത്, രണ്ട് മുന്നണിയായിട്ട് നിൽക്കുന്നത്. ആ പരമ്പരാഗത ശൈലി ഇവിടെ നിലനിൽക്കുമ്പോൾ ആ പറയുന്ന അതേ നയം തന്നെ BJP-യോടുണ്ട്, CPM-നോടുണ്ട്. ഇതേ നിലപാടിൽ തന്നെ വേറൊന്നുള്ളത് കേരളം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞല്ലോ ചില സംസ്ഥാനങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാം, കേരളം എന്നുള്ളത് സാക്ഷരതയിൽ ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ്. ഏത് വായിച്ചാലും ഏത് അറിയാനും ഏത് കൊണ്ടറിയാനും കൃത്യമായ പ്രാപ്തിയുള്ള സമൂഹമാണ് മലയാളികൾ. മറിച്ച് മറ്റേ സംസ്ഥാനത്ത് അങ്ങനെയല്ല. ആ അങ്ങനെ ഇല്ലാത്തിടത്താണ് പല രൂപങ്ങളും ഭാവങ്ങളും കൊണ്ടുവന്ന് ഇതുപോലുള്ള ചില അധികാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. കേരളത്തെ പറ്റില്ല. ഒരു ചോദ്യം കൂടി ഞാൻ ഭരണകക്ഷി എന്ന നിലയിൽ ചോദിക്കുകയാണ്. നിലവിൽ പാലായി ഷട്ടർ കമ്പനി നേരത്തെ ഓപ്പൺ ചെയ്തു, ഏകദേശം 67 കോടി രൂപ. അത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുക എന്നതാണ്. നിലവിൽ ഈ നഗരസഭയിൽ ഇപ്പോഴും ലോറിയിൽ കുടിവെള്ളം കൊടുക്കുന്ന പ്രദേശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നഗരസഭയിൽ നിന്ന് ആക്ഷേപങ്ങൾ. ഇത് എന്തുകൊണ്ടാണ് ഈ 67 കോടിയിൽ നിന്ന് ഇപ്പോഴും ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ? അതായത് പാലായി ഷട്ടർ കം ബ്രിഡ്ജ് അല്ലെങ്കിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറയുന്ന പദ്ധതി വന്നതിന് ശേഷമാണ് പാലായി മുതൽ കിഴക്കൻ ഭാഗത്തേക്ക് വരുന്ന 8 പഞ്ചായത്തുകളിലെ ശുദ്ധജല പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. അതായിരുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യം. ഇപ്പോൾ തടയാണ് അതവിടെ സർവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴും എല്ലാ വർഷവും ഈ പറയുന്ന വേനലിന്റെ സമയത്ത് കുടിവെള്ളം എത്താത്ത ചില പ്രദേശങ്ങളിൽ ലോറിയിൽ ടാങ്കറിൽ നമ്മൾ വെള്ളം കൊടുക്കുന്നതിന് 10-15 ലക്ഷത്തോളം രൂപ ചില വർഷങ്ങൾ നമ്മളത് ചെലവഴിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഈ പാലായി ഷട്ടർ കം ബ്രിഡ്ജിന്റെ റിസർവോയറിൽ സംഭരിക്കപ്പെടുന്ന ശുദ്ധജലം ഇനി വലിയൊരു പദ്ധതി തയ്യാറാക്കി നമ്മുടെ നീലേശ്വരത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള വലിയൊരു ബൃഹത് പദ്ധതി നമുക്ക് ആവശ്യമുണ്ട്. 100 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് പോയിട്ടുണ്ട്. അത് അനുവദിക്കപ്പെടുകയാണെങ്കിൽ നീലേശ്വരത്ത് മാത്രമല്ല, അത് നീലേശ്വരത്തെയും കാഞ്ഞങ്ങാടെയും കുടിവെള്ള പദ്ധതിയെ പ്രതികരിക്കുന്ന ഒരു പദ്ധതിയാണത്. നേരത്തെ നമ്മുടെ സുഹൃത്ത് BJP-യുടെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൽ സാങ്കേതികമായ ഒരു പ്രശ്നമുള്ളത്, ജലജീവൻ മിഷൻ പദ്ധതി എന്ന് പറയുന്നത് നഗരസഭകളിൽ ഇല്ല. അത് പഞ്ചായത്തുകളിൽ മാത്രം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് ജലജീവൻ മിഷന്റെ ആനുകൂല്യം നമുക്ക് കിട്ടാത്തത്. അതിവിടെ കിട്ടിയിട്ടില്ല, അതിന് കിട്ടാനും പോകുന്നില്ല. നഗരസഭകളിൽ അമൃത് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റേതായിട്ടുണ്ട്. അതിന്റെ പദ്ധതികളും നമുക്ക് കഴിയുമെങ്കിൽ ഇവിടെ കൊണ്ടുവരണം. നാട്ടിലെ വികസനത്തിൽ BJP ഭരിക്കുന്ന കേന്ദ്രമാണോ, ഇനി അതല്ല CPM ഭരിക്കുന്ന സ്റ്റേറ്റ് ആണോ എന്നുള്ളതൊന്നും നോക്കേണ്ടതില്ല. ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതകളും പരിഗണിച്ച് നമ്മൾ ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോ 32-21 സീറ്റ് LDF-നാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 34-25 സീറ്റുകളിൽ നീലേശ്വരത്ത് LDF ജയിച്ച് ചരിത്ര വിജയം നേടും. അതൊരു തർക്കമില്ല. 25 സീറ്റാണ്. പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. നമ്മുടെ പാലായി ഷട്ടർ കം ബ്രിഡ്ജിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ ഷട്ടർ കം ബ്രിഡ്ജിന്റെ ഇപ്പുറം ഭാഗത്ത് താമസിക്കുന്നതാണ്. ചാത്തമത്ത് എന്ന പ്രദേശം ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കിട്ടുന്ന ഏരിയയിൽ വരുന്ന താമസിക്കുന്ന ഒരാളാണ്. ഈ ഷട്ടർ കം ബ്രിഡ്ജ് അപ്പുറത്ത് ഉപ്പുവെള്ളം ഇല്ല, യാഥാർത്ഥ്യം തന്നെ. ഈ ഷട്ടർ കം ബ്രിഡ്ജ് വന്നതിന് ശേഷം ഈ വർഷം അവിടുന്ന് ഇങ്ങോട്ടുള്ള ഏരിയ മൊത്തം വേനൽക്കാലത്ത് ഉപ്പുവെള്ളം നിറയും. അതായത് മറ്റേ ചാത്തമത്ത്, പൊടവത്തുരുത്തി, നമ്മുടെ കഴിഞ്ഞ നഗരസഭാ ചെയർപേഴ്സന്റെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലം പൊടവത്തുരുത്തി, മുണ്ടേമാട്, പുറത്തേക്ക്, അങ്ങനെ ഈ ഏരിയ കംപ്ലീറ്റ് ഉപ്പുവെള്ള പ്രശ്നം ഭയങ്കര. ഈ ഷട്ടർ കം ബ്രിഡ്ജ് വന്നതിന് ശേഷം വലിയ രീതിയിൽ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം വരും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ല, അറിയാത്ത കാര്യമല്ല. ഒരു കാര്യം കൂടി ഞാൻ കൂടിച്ചേർക്കട്ടെ. ഈ 50 വർഷം മുമ്പേ വിഭാവനം ചെയ്തൊരു പ്രോജക്റ്റാണ് ഈ പാലായി ഷട്ടർ ബ്രിഡ്ജ്. ഇത് 2017-18 വർഷത്തിൽ അപ്പോഴും ഇത് നടപ്പിലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ ചെറിയൊരു സ്ഥലം സംബന്ധിച്ചൊരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കം രൂക്ഷമായതിനെ തുടർന്ന്
സ്ഥലം ലഭ്യമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അന്നത്തെ ഇതിൻ്റെ ജില്ലാ ഓഫീസർ നബാർഡിൽ വളരെ ആത്മാർത്ഥമായൊരു സമീപനം ചെയ്യും. എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണം. ഈ പൂർത്തീകരിക്കാൻ 2 പ്രോജക്റ്റാണ് അന്ന് നബാർഡിൻ്റെ കയ്യിലുള്ളത്. ഒന്ന് പാലായി ഷട്ടർ ബ്രിഡ്ജും മറ്റൊന്ന് മെഡിക്കൽ കോളേജ്, ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജ്. എങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നും പറഞ്ഞ് അന്ന് നഗരസഭ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഈ തർക്കത്തിൻ്റെ ഇടയിലും അത് പ്രാപ്യമാക്കണമെങ്കിൽ എത്ര വേഗത്തിൽ നടപ്പിലാക്കണം എന്ന് വന്നപ്പോൾ അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായത് തോട്ടത്തിൽ കുഞ്ഞില്ല. നമ്മളത് കണ്ണാട്ടെന്ന് വിളിക്കും. തോട്ടത്തെ കണ്ണാട്ടുകൊണ്ട് ഈ വിഷയം പറഞ്ഞപ്പോൾ അയാളുടെ ആത്മാർത്ഥമായ ഒരു ശ്രമഫലമാണ് അതിന് തുടക്കം. ഏതിന് ഈ 50 വർഷവും നീണ്ടുപോയി. അപ്പൊ ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയമായ ഒരു നേതൃത്വത്തിന്റെ അപജയം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ പുതുതലമുറക്ക് വേണ്ടി ഇത് വേണം എന്ന് ചിന്തിക്കാൻ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതിന് ആവശ്യമായ CPM-ന്റെ പ്രതിനിധി ആയിക്കോട്ടെ, എല്ലാ CPM-ന്റെ പ്രതിനിധി ആ ചിന്ത വന്നിട്ടില്ല. ആ പദ്ധതി കൊണ്ട് അവിടെ ഇപ്പുറം ഭാഗത്തേക്ക് എല്ലാം എല്ലാ ജനങ്ങൾക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ് അനുഭവിക്കും. കാരണം പദ്ധതി വരുന്നതിന് മുമ്പേ ഉപ്പുവെള്ളം പ്രദേശമാണ്, പദ്ധതി വന്നതിന് ശേഷം ഉപ്പുവെള്ളം പ്രദേശമാണ്. ഷട്ടറിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ കുറിച്ചാണ് സാഗർ പറയുന്നത്. അതേക്കുറിച്ചിട്ട് ഇനി വരും 25 വർഷം പൂർത്തീകരിച്ചുകൊണ്ട് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ 25 സീറ്റുകളിൽ LDF ജയിക്കും. നമ്മളെ സംബന്ധിച്ചിട്ട് ഇനി LDF ഭരിച്ചോട്ടെ UDF ഭരിച്ചോട്ടെ, അത് ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് വിഷയമല്ല. നമ്മള് ഇവരെ മെരുക്കണമെങ്കിൽ BJP തന്നെ പ്രതിപക്ഷത്ത് വേണം. ഇവരാര് വന്നാലും ഇവരെ കൈകാര്യം ചെയ്ത് മെരുക്കണമെങ്കിൽ BJP തന്നെ പ്രതിപക്ഷത്ത് വേണം. ഒരു വികസന ഇത്ര 25 വർഷം 20 വർഷമായിട്ട് മുനിസിപ്പാലിറ്റി തുടങ്ങുന്നില്ല, അതിനോട് പഞ്ചായത്തായിട്ടും CPM ആണ് ഭരണം കഴിയാവുന്നത്. ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഒരു ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തു. ബസ് കയറുന്നില്ല. രാത്രി 8 മണി കഴിഞ്ഞാല് ഒരു ബസ് ഉള്ളോട്ടേ കയറുന്നില്ല. ആ സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. രാത്രി 8 മണി കഴിഞ്ഞാൽ ബസ്സൊന്നും ഉള്ളിലേക്കേ പോകുന്നില്ല. ഇനി ഹൈവേയും കൂടി വന്നു കഴിഞ്ഞാല് തീരെ ഉള്ളിൽ കയറില്ല. കഴിഞ്ഞ 25 വർഷം LDF ഭരിക്കുന്നൊപ്പം കഴിഞ്ഞ 9 വർഷമായി കേരള സംസ്ഥാനവും LDF ഭരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ നീലേശ്വരം താലൂക്ക് യാഥാർത്ഥ്യമാകുന്നതിൽ പ്രയാസം? നീലേശ്വരം താലൂക്ക് എന്ന് പറയുന്ന ആവശ്യം കഴിഞ്ഞ 9 വർഷം മുമ്പ് വന്നതൊന്നുമല്ല. അതിന് ഒരുപാട് കമ്മീഷനുകൾ EMS-ന്റെ സർക്കാർ മുതലുള്ള ഉയർത്തിക്കൊണ്ടുവരുന്ന ആവശ്യം തന്നെയാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് അതിനെ കുറിച്ച് ഫയൽ കുറച്ചൊരു പ്രോഗ്രസിലേക്ക് പോയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ താലൂക്കിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് താലൂക്കിലേക്ക് ഒരു ഇൻഫർമേഷൻ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് തഹസിൽദാരുടെ നേതൃത്വത്തിൽ. അതിൽ എല്ലാ കക്ഷികളും അതിൽ ഒറ്റക്കെട്ടായിട്ട് നീലേശ്വരത്ത് താലൂക്ക് വേണം എന്ന് ജില്ലാ കമ്മിറ്റികൾ തന്നെ അവിടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. നമ്മുടെ ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതൊക്കെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ്. ഒരു പക്ഷേ ഒരു നഗരസഭകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ 1, 2 അല്ലെങ്കിൽ 5, 10 വർഷം കൊണ്ട് പരിഹരിക്കാൻ പറ്റാവുന്ന വികസന പ്രവർത്തനങ്ങൾ ആവണമെന്നില്ല. എങ്കിൽ പോലും അതിനെ ദീർഘവീക്ഷണത്തോടുകൂടി മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാക്കളായിരിക്കണം നഗരസഭയുടെ തലപ്പത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ വരുന്ന നീലേശ്വരം നഗരസഭ അതിഗംഭീരമായ ഒരു നഗരസഭയായിട്ട് മാറാൻ വേണ്ടി ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട PP മുഹമ്മദ് റാഫി CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭയുടെ 33-ാം വാർഡിൽ കണിച്ചിറ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് റാഫി സാറാണ് നമ്മളോടൊപ്പം ഈ സംവാദത്തിൽ പങ്കെടുത്തത്. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരുന്ന നഗരസഭാ ചെയർമാൻ ആകുമെന്ന് ഒരു പക്ഷേ UDF അത് സംബന്ധിച്ച് തന്നിട്ടില്ലെങ്കിൽ പോലും അത് നിങ്ങൾ ആ തുടർച്ച പിടിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ നഗരസഭാ ചെയർമാൻ ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വികസന കാഴ്ചപ്പാടുകളെല്ലാം വളരെ ശക്തിയോട് മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം വളരെ ശക്തമായി വളരെ ദീർഘവർഷത്തോടുകൂടി ശ്രീ എറാട്ട് മോഹനൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഒപ്പം 8-ാം വാർഡിലെ പട്ടേര വാർഡിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. ഒരു പക്ഷേ നഗരസഭയിൽ ഇത്രയും കൃത്യതയോടുകൂടി ഒരു നല്ല ഭരണപക്ഷം ഉണ്ടാവണമെങ്കിൽ ഏറ്റവും നല്ല പ്രതിപക്ഷം ഉണ്ടാവുക എന്നതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിന് ഏറ്റവും നല്ല രീതിയിൽ ചുക്കാൻ പിടിക്കാൻ പറ്റുന്ന അനുഭവ സമ്പത്തുള്ള ശ്രീ എറാട്ട് മോഹനെ പോലെയുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ
ഈ അടുത്ത നഗരസഭ UDF-ന് നയിക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കാൻ മുന്നണിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല വികസന കാഴ്ചപ്പാടോടുകൂടി നീലേശ്വരം നഗരസഭയെ ഭരിക്കാൻ ഒരുപക്ഷെ ഭരണം കിട്ടുകയാണെങ്കിൽ അത് UDF-ന്റെ നേതൃനിരയിലേക്ക് തന്നെ എത്തുന്ന ശ്രീ രാട്ടുമോഹനും അവർക്കും സാധിക്കട്ടെ എന്ന് ശ്രീമതി ആശംസിക്കുന്നതോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിക്കുന്നു. ഒപ്പം സാഗർ ചാത്തമത്ത് BJP-യുടെ മണ്ഡലം പ്രസിഡന്റും 13-ാം വാർഡ് ചാത്തമത്ത് വാർഡുകളിലും മത്സരിക്കുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥി കൂടിയാണ്. വളരെ ശക്തമായി ഇവരെ നയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവരെ നിലക്ക് നിർത്തണമെങ്കിൽ BJP എന്ന് പറയുന്ന ഒരു ശക്തി ഇവിടെ ഉണ്ടാകണം എന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി ഇത്തവണ നഗരസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പൂർണ്ണമായും വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസമാണ്, അത് നിങ്ങൾ യാഥാർത്ഥ്യമാക്കട്ടെ. അതിനുള്ള എല്ലാ ശക്തിയും നിങ്ങൾക്ക് വോട്ടർമാർ നിങ്ങൾക്ക് തരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പ്രിയപ്പെട്ട സാഗറും അതിന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, നീലേശ്വരം ആര് ഭരിച്ചാലും സാധാരണ ജനങ്ങൾക്ക് അടിസ്ഥാന വികസനങ്ങൾ യാഥാർത്ഥ്യമാകണം. ആ അടിസ്ഥാന വികസനങ്ങൾക്കൊപ്പം നിൽക്കുന്നതായിരിക്കണം എല്ലാ മുന്നണികളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും. രാഷ്ട്രീയം എന്ന് പറയുന്നത് അടിസ്ഥാനം ജനങ്ങൾക്കുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് നയിക്കുന്നവരെ നിങ്ങൾ അത് കൃത്യമായി വിലയിരുത്തി വിജയിപ്പിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സംവാദം കൂടെ പൂർത്തിയാക്കി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി പ്രവേശിക്കുന്നു. നന്ദി, നമസ്കാരം.